ഇന്ന് നമ്മൾ ചെയ്യുന്നത് വ്യത്യസ്തമായ രീതിയിലൊരു സേമിയ പായസമാണ്. ഈ സേമിയ പായസം ചെയ്യുന്നത് ബീറ്റ്റൂട്ടും സേമിയയും കൊണ്ടാണ്. ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇതിനായി അല്പം കശുവണ്ടിയും ഉണക്കമുന്തിരിങ്ങയും എടുത്തു വെച്ചിട്ടുണ്ട്. ഒരല്പം മാത്രം ഏലക്കാപ്പൊടി, ഒരു 1/4 കപ്പ് അളവിൽ മാത്രമേ പഞ്ചസാര ഉപയോഗിക്കുന്നുള്ളൂ. ഒരു ചെറിയൊരു കഷ്ണം ബീറ്റ്റൂട്ട് ഗ്രേറ്റ് ചെയ്ത് വെച്ചതാണ്. ഇനി ഒരു ടിന്ന് കണ്ടൻസ് മിൽക്ക് ചേർക്കുന്നതുകൊണ്ടാണ് പഞ്ചസാര നമ്മൾ കുറച്ചത്. 2 ടേബിൾ സ്പൂൺ നെയ്യ്, 1 ലിറ്റർ പാല്, ഒരു 200 ഗ്രാം അളവിൽ സേമിയം എടുത്തിട്ടുണ്ട്. ഇനി പാൻ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ അളവിൽ നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യ് ചൂടായി കഴിയുമ്പോൾ നമ്മൾ എടുത്തു വെച്ച കശുവണ്ടിയും മുന്തിരിങ്ങയും നമുക്ക് ചേർത്ത് കൊടുക്കാം. അതൊന്ന് റോസ്റ്റ് ചെയ്ത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് നമുക്ക് മാറ്റാം. ആ നെയ്യിൽ തന്നെ നമുക്ക് ബീറ്റ്റൂട്ട് ഗ്രേറ്റ് ചെയ്ത് അതും കൂടി ഇട്ട് കൊടുക്കാം. അതൊന്ന് ഇളക്കി കൊടുക്കാം. പെട്ടെന്ന് തന്നെ വഴന്ന് കിട്ടും. ഇനി ഇതിലേക്ക് പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കാം. ഒന്ന് ഇളക്കി കൊടുക്കാം. പഞ്ചസാരയും ബീറ്റ്റൂട്ടും കൂടെ നല്ലതുപോലെ ഒന്ന് മെൽറ്റായി ഒന്ന് കുറുകി വരും. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ച ആ 1 ലിറ്റർ പാലും കൂടെ ചേർത്ത് കൊടുക്കാം. ഈ ഒരു പായസം കഴിക്കുമ്പോൾ ഇതിനകത്ത് ബീറ്റ്റൂട്ട് ചേർത്തിട്ടുണ്ടെന്ന് അറിയത്തുപോലുമില്ല. ഒരു നല്ലൊരു ടേസ്റ്റുള്ള ഒരു പായസം കൂടിയാണിത്. പാൽ ചേർത്ത് കൊടുത്തതിന് ശേഷം എല്ലാം കൂടി ഒന്ന് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. ഇപ്പോൾ പാൽ നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് സേമിയ നമുക്ക് ചേർത്ത് കൊടുക്കാം. സേമിയ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും, തിളച്ച പാലായതുകൊണ്ട്. അതൊന്ന് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഏലക്കാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മൾ 1/4 കപ്പ് പഞ്ചസാര മാത്രമേ ചേർത്തുള്ളൂ. ബാക്കി നമ്മൾ കണ്ടൻസ് മിൽക്കാണ് ചേർക്കുന്നത്. അതും കൂടെ ചേർത്ത് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. വളരെ സ്വാദിഷ്ടമായ ഒരു ബീറ്റ്റൂട്ട് സേമിയ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളെല്ലാവരും ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും താങ്ക് യു.